പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ജസ്നയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 3 അന്വേഷണ ഏജൻസികളാണ് ഈ കേസ് അന്വേഷിച്ചത്. ഒടുവിൽ അന്വേഷിച്ച CBIയും കൈമലർത്തുകയാണ്. അവർക്കും അറിയില്ല ജസ്ന എവിടെയാണെന്ന്. ജസ്നയെ സംബന്ധിച്ചിടത്തോളം പല കഥകളാണ് ആ കുട്ടിയുടെ തിരോധാനത്തിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരുന്നത്. പലതരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞു, ജസ്ന സിറിയയിലേക്ക് പോയെന്ന് പറഞ്ഞു, ജസ്ന മറ്റൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ അന്വേഷണം നടക്കവേ ഒരു SP തന്നെ പറഞ്ഞു ജസ്ന ജീവനോടെയുണ്ട്, കൊറോണ ആയതുകൊണ്ടാണ് ഞങ്ങൾ ജസ്നയെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്നും പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ജസ്നയുടെ തിരോധാനത്തിന് ശേഷം ആ ഘട്ടം മുതൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ ഈ കേസിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന രഘുനാഥൻ നായർ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചത്, അദ്ദേഹത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. ആദ്യമേ തന്നെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഞാൻ ചോദിക്കാം, ചേട്ടൻ്റെ അറിവിൽ ജസ്ന എവിടെയാണ്? എൻ്റെ അറിവിൽ ജസ്ന ഭൂമിക്ക് മുകളിലില്ല. 2018 മാർച്ച് 22-ന് മിസ്സായ ജസ്ന അന്നേ ദിവസം തന്നെ കൊല ചെയ്യപ്പെട്ടു. ഭൂമിക്ക് മുകളിലില്ല. കൊലയാളികൾ അങ്ങനെ പറയാനുള്ള കാരണം, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് ആ പെണ്ണ് പ്രണയത്തിലായിരുന്നു. ആ പ്രണയം സെറ്റ് ചെയ്ത് കൊടുത്തത് ആ പെണ്ണിൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ഈ പെണ്ണ് മിസ്സാകുന്നതിന് ഒരു 5-6 മാസം മുമ്പ് ആ പെണ്ണിൻ്റെ അമ്മ എന്താ ഫ്രൻസി അങ്ങനെ കണ്ടാണ് അവരുടെ പേരെന്ന് തോന്നുന്നു, അവർ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ജസ്ന മിസ്സാകുന്നു. ഇതിനു മുമ്പ് എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് എന്നെ മാനസിക രോഗി എന്നും പറഞ്ഞിട്ട് മുദ്ര കുത്തുന്നു. അങ്ങനെ എനിക്ക് വീടുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നു. ചേട്ടനെ എപ്പോഴെങ്കിലും ഇപ്പോൾ ആദ്യം ലോക്കൽ പോലീസ് വെച്ചുച്ചിറ പോലീസ് കേസ് അന്വേഷിച്ചു, പിന്നീട് എരുമേലി പോലീസാണ്, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഒടുവിൽ CBI അന്വേഷിച്ചു. ഈ ഏജൻസികൾ ഏതെങ്കിലും ഒരെണ്ണം ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? ഇതില് എരുമേലി പോലീസിന്റെ അനാസ്ഥ. അത് കാരണം ഈ കൊലയാളികൾ വേണ്ട എരുമേലി പോലീസിന് നല്ല ലിങ്കുണ്ട്. എന്നെ ഭ്രാന്തനാക്കുന്നതിലും എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിലും എരുമേലി പോലീസിന്റെ ഭൂമിക ഭയങ്കരമാണ്. അവരാണ് എൻ്റെ വീട്ടിലുള്ളവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അതായത് ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി എരുമേലി SI ആയിരുന്ന ജെറിൻ എൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും ഏറ്റെടുത്തു. നീ യാതൊരു കാരണവശാലും വീടിന്റെ പരിസരത്തോ വരാൻ പാടില്ല. ഇന്നു മുതൽ ചേച്ചിയുടെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കുള്ളതായിരിക്കും. നിനക്ക് മക്കളെ കാണണമെന്നുണ്ടെങ്കിൽ പകൽ വന്നോണം, കണ്ടോണം, പോക്കോണം, വീട്ടിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് എരുമേലി SI ജെറിനാണ്. അയാളാണ് ജസ്ന മരിയ മിസ്സിംഗ് കേസിൽ ഏറ്റവും നിർണായകമായ ഭൂമിക നിർവഹിച്ച ആളും അയാൾ തന്നെയാണ്. ചേട്ടൻ പറയുന്നു, നമുക്ക് അങ്ങോട്ട് നടക്കാം. ചേട്ടൻ പറയുന്നു ജസ്ന മരിച്ചുപോയി, കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബോഡി എവിടെയായിരിക്കും? ബോഡി ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്കിലുണ്ടാവും. ഇത് ഒരാളൊന്നും ചെയ്ത പണിയല്ല, ഇതൊരു ഗ്രൂപ്പ് ചെയ്ത പണിയാണ്. ഇതൊരു ഗ്രൂപ്പിന്റെ പണിയാണ്. അത് അന്നേ ദിവസം തന്നെ, അതായത് ഈ പെണ്ണിന്റെ കാമുകൻ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ആള് മഹേന്ദ്രയുടെ സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടുന്ന് ബോലെറോ പോലുള്ള വണ്ടി പൊക്കിക്കൊണ്ടികൾ വരും, സർവീസിന് വരുന്ന വണ്ടി. അത് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ പെണ്ണുമായിട്ട് കറങ്ങൽ. വാഗമണ്ണിലൊക്കെ ഈ പെണ്ണിനെ കൊണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട്. എന്റെ മകൾക്കറിയാം, എനിക്കറിയാം, എന്റെ ഭാര്യയ്ക്കറിയാം. പക്ഷെ ചേട്ടനല്ലാതെ വേറെ ഒരാളും ചേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾ പറയുന്നില്ല. അവർ പറയാത്തതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ CJM കോടതിയിൽ, ജസ്ന കേസ് നടക്കുന്ന CJM കോടതിയിൽ ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ട്. അപേക്ഷയിൽ പറഞ്ഞു എന്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്തുക. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ഞാൻ മുന്നിട്ടിറങ്ങി പറയാണ് എന്റെ ബ്രെയിൻ മാപ്പിംഗ്, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ജസ്ന കേസ് അന്വേഷിക്കുക. 3 മാസം മാക്സിമം, 1 മാസം കൊണ്ട് തെളിയേണ്ട കേസാണ്. അത് 3 മാസം ഞാൻ തരുന്നു. 3 മാസത്തിനുള്ള കേസ് തെളിയുന്നു ഞാൻ പറയുന്നു കോടതിയിൽ. ചേട്ടൻ ഇത്രയും ഉറപ്പോട് കൂടി പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഉറപ്പോട് കൂടി പറയണമെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടല്ലോ. ചേട്ടൻ എന്തെങ്കിലും ഇൻസിഡന്റ് കണ്ണിൽപ്പെട്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതായത് ജസ്ന നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലാണെന്നും ബിൽഡിംഗ് കോൺട്രാക്ടറുടെ മകളാണെന്നും, അതെ, ക്രിസ്ത്യാനിയാണെന്നും. അപ്പൊ എന്റെ ഒരു സഹോദരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ട്, എന്റെ വേറൊരു അനിയനുണ്ട്, ഞാനുണ്ട്. ഞങ്ങളൊക്കെ ഇച്ചിരി സ്ട്രോങ് പാർട്ടികളായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു അവര് ക്രിസ്ത്യാനികളാണ്, നമ്മൾ ഹിന്ദുക്കളാണ്. ഈ ചെറുക്കം കയറി അവിടെ പ്രേമവും ഇതൊക്കെ ആയിട്ട് നാളെ ഒരു കല്യാണത്തിന് ആലോചന വരുമ്പോഴേ ക്രിസ്ത്യാനികളെല്ലാം പ്രശ്നമാക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചെറുക്കം പുളിങ്കൊമ്പിലാണ് പിടിച്ചിരിക്കുന്ന, വലിയ സാമ്പത്തികമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടാണ്, നല്ല പൈസയുള്ള വീട്ടിലാണെന്ന്. ഈ പെണ്ണിനെ പറ്റി എന്റെ വീട്ടിൽ എന്നും ചർച്ച ഉണ്ടായിരുന്നു, എന്നും. മാത്രമല്ല ഈ പെണ്ണിന്റെ പല്ലെ കമ്പി കെട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ മോടെ പല്ല് പൊങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ മോളെ എന്നോട് പറയായിരുന്നു ജസ്നയുടെ പല്ലെ കമ്പി കെട്ടി, എന്റെ പല്ലിലും കമ്പി കെട്ടണം.
അങ്ങനെ ജസ്റ്റിനെ പറ്റി എനിക്ക് എല്ലാം അറിയാവുന്ന ഈ ഇതെല്ലാം ജസ്നയോട് ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ഒരു ബന്ധത്തെ കുറിച്ച്? ഇല്ല. ജസ്റ്റിനെ സംസാരിക്കാന്ന് പറയാൻ എന്റെ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ പറയും ജസ്റ്റിനയുടെ ഫോണാന്ന് പറയാൻ 1-2 പ്രാവശ്യം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ സംസാരം അല്ല, ഈ കാണാതായ ദിവസം കണ്ടിട്ടുമില്ല. ജസ്ന കാണാതായ ദിവസം ഇപ്പൊ ചേട്ടൻ പറയുന്നു ആ പയ്യന്റെ കൂടെ കാണാതാകുന്ന ദിവസം ഞാൻ വീട്ടിലില്ല. അതിനു മുമ്പേ എന്നെ വീട്ടിൽ നിന്ന് ചാടിച്ചു. അതല്ല ഞാൻ ചോദിക്കുന്നത്, അതല്ല. ജസ്ന കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ജസ്ന അവിടെ നിന്നും എരുമേലി ഭാഗത്തേക്ക് ബസ്സിൽ പോയതായി തെളിവുണ്ട്. CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഈ ബസ്സിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയതാണോ? എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്. ഇവൻ ഈ ബൊലേറോ ഗാഡി പോലുള്ള എന്തെങ്കിലും സാധാരണ ഗാഡിയായിട്ട് വരും. ഇവൻ എന്ത് പറയുന്നു അതനുസരിക്കാൻ ആ പെൺകുട്ടി ബാധ്യത തയ്യാറായിട്ട് ജീവിച്ച ഇവനെ അത്ര പൂർണ്ണമായിട്ട് വിശ്വസിച്ച ആളാണ് ഈ പെൺകുട്ടി. ഇവൻ പറയുന്നത് ചെയ്യൂ. അത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ 1000-1500 പ്രാവശ്യം ഫോൺ ചെയ്തെന്നൊക്കെ പറയുന്നത് ഇവന്റെ പറഞ്ഞത് കേട്ടിട്ട് ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവൻ. ഇന്ന് ഇപ്പൊ CJM കോടതി ചേട്ടൻ പോയിട്ടുണ്ടല്ലോ, എന്തായി നടപടി? എന്തായി? ഞാൻ CJM കോടതിയിൽ അപേക്ഷ വെച്ചു. എന്താ അപേക്ഷ വെച്ച? എന്താ അപേക്ഷയുടെ കണ്ടന്റ്? എന്താ അപേക്ഷയുടെ കോപ്പി നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. കണ്ടന്റ് എന്താ? ജസ്ന മരിയ ജെയിംസിന്റെ കേസിൽ എന്നെ പ്രതിയായിട്ടോ സാക്ഷിയായിട്ടോ ചേർത്ത് എന്നെ പരിശോധിക്കുക വിധേയനാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന 1-2 പേരുടെ, ഞാൻ ഉൾപ്പെടെ 1-2 പേരുടെ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയാൽ കേസ് അന്നേരം തെളിയും. ചേട്ടൻ പറയുന്നു ജസ്ന കൊല്ലപ്പെട്ടു. 100% ജസ്ന കൊല്ലപ്പെട്ടു. ജസ്നയുടെ അമ്മ കൊല ചെയ്യപ്പെട്ടു. എന്റെ നാട്ടിൽ മറ്റു പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. കൂടത്തായി ജോളി മോഡലിലുള്ള കൊലപാതകങ്ങൾ മറ്റും നടന്നിട്ടുണ്ട്. ഞാൻ അഹമ്മദാബാദിലായിരുന്നു. അവിടെയും 2-3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് ഷേർസിയുമായിട്ട് ചേട്ടൻ എന്തായിരുന്നു പ്രശ്നം? ഷേർസിയുമായിട്ടുള്ള ഇതല്ല. ഞാൻ അതായത് എന്നെ ഭ്രാന്തനാക്കാനായിട്ട് നമ്മുടെ പൊൻകുന്നം ഡിവൈഎസ്പി ഓഫീസിൽ എന്റെ ഭാര്യ അപേക്ഷ വെച്ചു. ഇങ്ങനെ ഇയാൾ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, നമുക്കൊരു കൗൺസിലിംഗ് നടത്തണമെന്നും പറഞ്ഞിട്ട് എരുമേലി SI ജെറിന്റെ കെയറോപ്പിൽ റൈറ്റർ ബാബു തോമസ്, പൊൻകുന്നം DYSP ഓഫീസിലെ റൈറ്റർ ബാബു തോമസിന്റെ ഭാഗത്ത് അപേക്ഷ വെച്ചു. ഞാൻ അവിടെ അപേക്ഷ അവർ വിളിച്ചപ്പോൾ ഞാൻ പോയി. 5 മിനിറ്റ് പോലും നടന്നില്ല. അപ്പൊ തന്നെ പെരുവന്താനത്തോടെ അന്നമ്മ ജോൺ എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സ്ത്രീ അവര് വന്ന് ചോദിച്ചു, ബീഡി വലിക്കുവോ സിഗരറ്റ് വലിക്കുവോ കള്ളു കുടിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ബീഡി നല്ലപോലെ വലിക്കും. ഓ ഏത് ബീഡിയാ? ഞാൻ പറയും കേരള ദിനേശ് ബീഡിയാ. അയ്യോ അത് മുഴുവൻ കഞ്ചാവാണ്, നിനക്ക് ഭ്രാന്തായി. അപ്പം റൈറ്റർ ബാബു തോമസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മേഡം ഇവന്റെ കാര്യമെല്ലാം സെറ്റ് ആയതാണ്, മേഡം വെറും റിപ്പോർട്ട് എഴുതിയെങ്കിൽ തന്നാൽ മതി, ഇവനെ അകത്താക്കുന്ന കാര്യം നമ്മളെത്തി. അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചു. എന്റെ ഭാര്യ അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് എന്റെ സഹോദരിയെ വിളിച്ചു, എന്റെ സഹോദരനെ വിളിച്ചു പോലീസുകാർ. ഇപ്പം ഭയങ്കര വ്യക്തിപരമായി ഷേർസിയുമായി യാതൊരു ജസ്റ്റിസ് ഷേർസിയുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു വിരോധവും ഇല്ലായിരുന്നു. ചേട്ടന്റെ ഇപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, പേര് പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ചും അത് കേരള പോലീസിന്റെ FIR-ലൊന്നും അയാളുടെ പേരുകളും ഇല്ലല്ലോ. അപ്പോൾ ഈ ചേട്ടൻ അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ ബുദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണം എന്താണ്? എന്നെ പ്രാന്തനാക്കുന്നതിൽ എന്റെ കുടുംബത്തിൽ നടത്തിയ ഡ്രാമകളിലെല്ലാം ഇയാളായിരുന്നു മുഖ്യ പങ്കാളി. ആരാ? ഈ പറയുന്ന എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ. ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ, ഭാര്യയുടെ ആങ്ങള. ജ്യേഷ്ഠത്തിയുടെ 2 മക്കളുണ്ട്. ഒരാള് മനോരമയുടെ ഓൺലൈനിലാണെന്നാണ് പറഞ്ഞത് അന്ന്. അപ്പം എന്റെ നെയ്ബറായിട്ടുള്ള 2 പേര് മരിച്ചു. അത് സൈലന്റ് അറ്റാക്കിലാണ് ഒരാൾ മരിക്കുന്നത്. ഒരു അമ്മയായിരുന്നു 10-72 വയസ്സുള്ള. അവര് വീണ് തലയൊക്കെ പൊട്ടിയതാണ് പറഞ്ഞത്. പക്ഷെ ഇവര് ചുറ്റിക്ക്, അതായത് എന്നെ ഭ്രാന്തനാക്കാൻ വേണ്ടി ഈ കാമുകൻ, ജസ്നയുടെ കാമുകൻ എന്ന് പറഞ്ഞ ആള് ആ വീട്ടിലായിരുന്നു വന്നിട്ട് വൈകിട്ട് ഒളിച്ച് ഇരുന്നത്. അപ്പൊ അമ്മ കാണുകയും പിറ്റേ ദിവസം ഇങ്ങനെ 3-4 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളായപ്പോൾ അമ്മ എന്നോട് പറയണം, നാളെ ഞാനവിടെ വാടകയ്ക്ക് താമസിക്കുന്ന, നാളെ ചാച്ചനെല്ലാം ഉള്ളപ്പോൾ നീ വരണം, കുറച്ച് സംസാരിക്കാനുണ്ട്, നിന്റെ പുറത്ത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടാണ്, അതുപോലെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചേട്ടനോട് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഈ ജസ്ന കേസിലെ ജസ്നയുടെ പിതാവ്, മറ്റ് കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ ഈ കേസ് കൃത്യമായി അന്വേഷിക്കണമെന്നൊരു താല്പര്യം അവർക്കുണ്ടോ? ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? ജസ്ന കേസിലെ അയാള് ഒരു വിദ്യാഭിമാനിയാണ് ജസ്നയുടെ പിതാവ്. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മ ന്യൂസിൽ ന്യൂസ് കൊടുത്തപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് ജസ്ന ഇത് കർമ്മ ന്യൂസിൽ ന്യൂസ് കൊടുത്തത്. പക്ഷെ സത്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അതേ എന്നെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിക്കാനൊക്കെ തുടങ്ങി. 1.5 മണിക്കൂർ എന്നെ ടോർച്ചർ ചെയ്ത അയാൾ റൂമിലിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഭാര്യ മരിച്ച് മോളെ നഷ്ടപ്പെട്ട ഒരു പിതാവാണ്, ആ വിഷമം കൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ വിദ്യാഭിമാനിയാണ്. അവർക്ക് കേസ് തെളിയണ്ട എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, തെളിയണം. പക്ഷെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഞാനിത് ഒരു ചാനലിൽ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് ഓവറായിട്ട് ആർത്തവരക്തം പോയിന്നും മിസ്യൂസ് ചെയ്തെന്നും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ അയാൾ പറഞ്ഞു. ഈ 6 വർഷം അയാൾ പറഞ്ഞില്ല.
പിന്നെ കരിയോയിൽ കേസിൽ ജയിലിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലാൽജി സാറായിരുന്നു എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഭാര്യയോട് ഫോൺ ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്, മാനസിക രോഗിയാണ് സാറേ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പം ലാൽജി പറഞ്ഞ അവന് മാനസിക രോഗമൊന്നുമില്ല, ഞാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉന്നതനായ ഒരു നേതാവിൻ്റെ ഫോൺ ലാൽജിക്ക് വന്നു. അവൻ നമ്മുടെ ബന്ധുവാണ്, അവനെ ടോർച്ചർ ചെയ്യല്ലേ, അവനൊരു പാവമാണ്, അവന് മോളൊരാള് മാനസിക രോഗി, ഇത് മന്ദബുദ്ധിയാണ്. പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ ബാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം പിന്നെ ഞാൻ അവിടുത്തെ ഒരു VIP ക്ലയന്റായി മാറി ജയിലില്. ജയിലിലല്ല, പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ബിരിയാണിയായി, ചായയായി, സിഗരറ്റായി എല്ലാവരും മേടിച്ചു തരാൻ തുടങ്ങി. കാരണം അത്ര ഉന്നതനായ നേതാവ് ബന്ധു ചമഞ്ഞാണ് വിളിച്ചത്. ചേട്ടൻ ആത്യന്തികമായി പറയുന്ന കാര്യം ഇതാണ്, ജസ്ന കൊല്ലപ്പെട്ടു, ജസ്ന ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നു. ഒരിക്കലും തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. ആ തിരിച്ചു വന്നാലും നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം, നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. വരില്ല വരില്ല വരില്ല, ഇത് സത്യമായിട്ട് കാര്യമാണ്, വരില്ല. ആരും അതിനു വേണ്ടി പ്രതീക്ഷിക്കണം, ഒരിക്കലും പ്രതീക്ഷിക്കില്ല. വരില്ല വരില്ല വരില്ല, ഇത്ര നിങ്ങൾക്ക് ചെയ്യാം. ആ കുഞ്ഞിന് കിട്ടേണ്ട പ്രാർത്ഥന, ആ കുഞ്ഞിന്റെ ആത്മാവിനും നമ്മുടെ അമ്മയ്ക്കും കിട്ടേണ്ട പ്രാർത്ഥന മിസ്സായി 5-6 വർഷം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും, അത്രേ എനിക്ക് പറയാം. ആ കുഞ്ഞ് വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് ഇടയ്ക്ക് ഒരു വാദം പറഞ്ഞത് ജസ്ന ജീവിച്ചിരിപ്പുണ്ട്, കൊറോണയുടെ സമയമാണ്? ഒന്നും നമ്മുടെ കേരള പോലീസിന്റെ ഫെയിലിയർ. ഒന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റിന്റെ കിങ് ഉണ്ടല്ലോ, ടോമിൻ ജെ തത്തങ്കരി, ഒന്ന് അയാളാണ് ഇതെല്ലാം ഇറക്കിയത്. ഇങ്ങനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, ജസ്റ്റിനെ തൊട്ടു പിടിച്ചു, കൊറോണ ഇടയ്ക്കൂടെ കയറിയോണ്ട് പിടിക്കാൻ പറ്റിയില്ല. വെറും പൊങ്ങച്ചത്തിന് വേണ്ടി വിടുവായത്വം തട്ടിയെന്നുള്ളത് ആളാവാൻ വേണ്ടി പറഞ്ഞാണോ? വെറും ആളാകാൻ വേണ്ടി അയാൾ പറഞ്ഞാണ്. ടോമിൻ ജെ തത്തങ്കരി കേരളത്തിന്റെ ശാപമാണ് ഇവരൊക്കെ. എന്തുകൊണ്ട് ഇവർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ല? അതിന് നിയമമില്ലേ? വിടുവായത്വം വിളമ്പിട്ട് പോവുക. അതുപോലെ PC ജോർജ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിയുടെ അപ്പന് അവിഹിതമുണ്ട്, പെണ്ണിനെ കൊന്നാണ്, വീടും ആ പാവത്തിന്റെ വീടും കൊണ്ടുകൊണ്ടിരുന്ന വീട് പോയിട്ട് മാന്തി. നിയമസഭയെ കൂടെ PC ജോർജ് പറഞ്ഞു, ആ PC ജോർജിനെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ പോരെ, ആരാണ് നിന്നോട് പറഞ്ഞത്? ഇതുവരെ ഒറ്റ അന്വേഷണ ഉദ്യോഗസ്ഥനും PC ജോർജിനോട് ചോദ്യം ചെയ്തില്ല. കാരണം നിയമസഭ പോലെയുള്ള ഒരു പവിത്ര മന്ദിരത്തിൽ കയറിയിട്ട് PC ജോർജ് പറയാണ് ജസ്റ്റിയുടെ അപ്പൻ ആണ് ആ കുഞ്ഞിനെ കൊന്നത്, അയാൾക്ക് അവിഹിതം ഉണ്ടെന്ന് PC ജോർജ് പറയണേ. അത്ര തറലിയായിട്ട് പറയണമെങ്കിൽ ആരെങ്കിലും അയാൾക്ക് അറിവുള്ള ആൾ പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞു. അതൊന്നും ഉണ്ടായിട്ടില്ല, ഇതൊന്നും അന്വേഷണം വന്നിട്ടേ ഇല്ല. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ പറയുന്നത് രഘുനാഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മക്കളെ എനിക്ക് നഷ്ടമായി സഹോദര. എന്റെ നെഞ്ചത്ത് കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മന്ദബുദ്ധിയായ എന്റെ മോള്, അതെനിക്ക് നഷ്ടമായി. പഠിക്കാൻ ബഹുമെടിക്കായ മൂത്ത മോള്, അവരൊക്കെ കണ്ടിട്ട് 5-6 വർഷമായി. എന്താ ഈ ഒരു നശിച്ച കേസ് കൊണ്ട് അതിൽ പറ്റിയതാണ്. എന്റെ കുടുംബം കുഞ്ഞുങ്ങളൊക്കെ തകർന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി പത്തനംതിട്ടയിൽ നിന്ന് കാണാതായത്. ഇനി ഒരു കാരണവശാലും ആ കുട്ടി തിരിച്ചു വരാൻ പോകുന്നില്ല. ആരും അതിനുവേണ്ടി പ്രതീക്ഷിക്കേണ്ട, പ്രാർത്ഥന മാത്രം ആ കുട്ടിക്ക് നൽകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നന്ദി.